കഥകള് ലേശം അസാൻമാർഗികത്വം നിറഞ്ഞതാണ്. തമാശയായിട്ടാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി തൽക്കാലത്തേക്ക് ചിന്തിച്ച് ഒരു 3 കഥകൾ നമ്മൾ മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ള നമ്മുടെ പഴയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള 3 കഥകളാണ്. അപ്പോ കഥയിലേക്ക് കടക്കാം. ഒന്ന്, നമ്മുടെ ധൃതരാഷ്ട്രയുടെ തന്നെ അറിയാമല്ലോ, പുള്ളിക്ക് പണ്ടേ കണ്ണ് കാണത്തില്ല എന്നുള്ളൊരു സംഭവം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോ പാഞ്ചാലി കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. പാണ്ഡവര് പുറത്തു പോയിരിക്കുന്ന സന്ധ്യാസമയം. പാഞ്ചാലി നോക്കിയപ്പോ കോളിംഗ് ബെല്ല് കിടന്നടിക്കുന്നു. പതുക്കെ തോർത്ത് കൊടുത്ത് ചെന്ന് നോക്കിയപ്പോ ഡോറിന്റെ പീപ്പിംഗ് ഹോളിൽ കൂടെ നോക്കി പാഞ്ചാലി നോക്കിയപ്പോ ധൃതരാഷ്ട്രർ ഒരു പാത്രത്തിനകത്ത് ലഡുവും ജിലേബിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എന്തായാലും പുള്ളി കണ്ണ് കാണുന്നില്ലല്ലോ. അങ്ങനെ ധൈര്യമായിട്ട് കഥ തുറന്ന് പുള്ളിക്കാരനെ വിളിച്ച് അകത്ത് കയറ്റി ഇരുത്തി ഇങ്ങനെ പാഞ്ചാലിയോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന് പുള്ളിക്കാരനോട് വീട്ടിലെ വിശേഷങ്ങളും മറ്റുമൊക്കെ ചോദിച്ചുകൊണ്ട് ദേഹമൊക്കെ തുടച്ച് ഉരിഞ്ഞ് ദേഹമൊക്കെ തുടച്ച് വൃത്തിയാക്കി അങ്ങനെ അമ്മാവനെ എവിടെ ആയിരുന്നു 2 ദിവസമായിട്ട് കാണാനില്ലായിരുന്നില്ല എന്നാ പറഞ്ഞ് ഒരു ലഡു ഒക്കെ എടുത്ത് വാരിയിട്ട് തന്നെ ലഡു ഒക്കെ ആയിട്ട് ഒന്നെന്ന് പറയുമ്പോ ഇങ്ങേരി എന്നാ പിന്നെ ഞാൻ പോകുന്ന മോളെ, ഞാൻ പറയാൻ വിട്ടുപോയി. തമിഴ്നാട്ടിൽ അരവിന്ദ് കണ്ണാശുപത്രി വരെ പോയിരുന്നു. കണ്ണിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. എന്തായാലും 2 ദിവസം അവിടെ നിന്നുകൊണ്ട് കണ്ണിന്റെ കാഴ്ചയൊക്കെ ഇങ്ങനെ തിരിച്ചു കിട്ടി. അത് പറയാൻ വന്നാന്ന് പറഞ്ഞ് പുള്ളി ഇറങ്ങി ഒരൊറ്റ പോക്ക്. എന്തിനു പറയുന്ന പാഞ്ചാലി വായനിട്ട ലഡു തൊണ്ടയിൽ വെച്ചുകൊണ്ടാണ് ICUവില് ആംബുലൻസ് വന്ന് ICUവില് പ്രവേശിപ്പിച്ചതെന്നാണ് പിന്നീട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ അതൊന്ന്. ഇനി രണ്ടാമത്തെ കഥയിലേക്ക് നമുക്ക് കടക്കാം. രണ്ടാമത്തത് കാട്ടിലെ രാജാവായ സിംഹത്തിന്റെ കഥയാണ് കേട്ടോ. സിംഹവും സിംഹിണിയും കൂടി ഇങ്ങനെ ഗുഹയുടെയൊക്കെ മുമ്പിൽ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണീറ്റ് രണ്ടുപേരോട് ഇങ്ങനെ വെയില് കഴിഞ്ഞ് സായനമൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പൊ സിംഹം നോക്കിയപ്പോ ഒരു കുറുക്കൻ മുമ്പിൽ പാത്ത് നിന്ന് ഇങ്ങനെ തന്നെ നോക്കുന്നു. അപ്പൊ സിംഹണി എടുത്ത് പറയടി, ഒരു കുറുക്കൻ വന്ന് നോക്കുന്നത്. കുറുക്കേട്ട ജീവി ആകെ ഇച്ചിരിയല്ലേ ഉള്ളു, ബോട്ടെന്ന് വിചാരിച്ചെന്ന് സിംഹം പറഞ്ഞു. അപ്പൊ സിംഹണി പറയും, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, അവന്റെ സ്ഥിരം പരിപാടി. അപ്പൊ ഈ കുറുക്കൻ പതുക്കെ ഇറങ്ങി പുറത്ത് വന്നിട്ട് സിംഹത്തിനെ വെല്ലുവിളിച്ചിട്ടാ, ഇങ്ങനെ വേടാ ഒന്ന് നോക്കാടാ നമുക്ക്, നീ ഇവിടെ രാജാവാന്ന് ആരെയാ പറഞ്ഞു. സിംഹം അങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി, ആകെ ഇച്ചിപ്പോലുള്ള ഇവൻ വന്ന് എന്നെ വെല്ലുവിളിക്കും. ഇവൻ ഇങ്ങനെ സിംഹണിയെ നോക്കിയപ്പോ സിംഹണി പറഞ്ഞ്, നിങ്ങളുടെ കാര്യം നോക്ക്, അപ്പൊ ആള് മഹാവൃത്തികെട്ടവനാണ്, അവൻ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്നുള്ള വട്ടി ഇരുന്നാ മതി. അപ്പൊ കുറുക്കൻ പിന്നെയും വെല്ലുവിളിക്കുന്നു, വാടാ, ആളാണെങ്കിൽ ഇറങ്ങി വാടാ, നമുക്കൊന്ന് അടിച്ചു നോക്കാടാ, നിന്ന് നീയാണോ ഞാനാണോ രാജാവെന്നറിയാൻ. സിംഹം ദേഷ്യം കയറി എണീറ്റ് ഇന്ന് ഇവനെ പിടിച്ച് തിന്നിട്ട് തന്നെ ആര്. സിംഹണി പുറകെ കിടന്ന് വിളിക്കരുത്, ഇങ്ങനെ പോകരുത്, അവന്റെ സ്ഥിരം പരിപാടിയാന്ന് പറഞ്ഞ് സിംഹം പാഞ്ഞ് ഓടി, കൂർക്കന് ഓടി, ജീവനും കൊണ്ട് കൂർക്കാൻ പാഞ്ഞ് സിംഹം പുറകിൽ. കൂർക്ക അതിലെ ചുറ്റി സിംഹവും പുറകെ ചുറ്റി അതിലെ ചുറ്റി ഓടി. അവസാനം കുറുക്ക് ഓടിയിടത്തൂടെ എല്ലാം സിംഹം ഇങ്ങനെ ഓടി വന്ന് കുറുക്ക് ഒരു വേരിന്റെ അടിയിൽ കൂടെ കയറി അപ്പുറത്തിറങ്ങി. സിംഹം വേരിന്റെ അടിയിൽ കൂടെ കയറി എങ്കിൽ ജാമായി വേരിന്റെ അടിയിൽ തല വെട്ട് സിംഹത്തിന് അനങ്ങാൻ വയ്യ. കുറുക്കൻ എന്തായത് പുറകിൽ കൂടെ വന്ന് സിംഹത്തിന്റെ മേളിൽ കയറി കൈസ പോലെയൊക്കെ 1 തവണ 2 തവണ ഇങ്ങനെ മൈക്ക് ടൈസന്റെ ബോക്സിങ് ആണെങ്കിൽ 2-3 റിങ് അങ്ങ് ഇടിച്ച് ആകെ പരുവാക്കി. എന്തുവാ പുറകിൽ കൂടെ വന്ന് സിംഹത്തിന് രാജാവിന്. എന്നിട്ട് കുറുക്കന്റെ കാര്യം നോക്കി അങ്ങ് പോയി. സിംഹം അവിടെ കിടന്ന് ആകെ നാണക്കേടുമായി. കുറുക്കൻ കയറി സാധിക്കുകയും ചെയ്തു. എങ്ങനെയൊക്കെ അവസാനം മാന്തി പിടിച്ച് മണ്ണൊക്കെ മാന്തി ഒരു പരുവത്തിന് തിരിച്ച് ഗുഹയോ വന്നപ്പോ സിംഹിണി ഇങ്ങനെ കിടക്കുക. അപ്പൊ പറഞ്ഞു, ഇടിയെ ഒന്നും പറയണ്ട, ധന്വന്തരം എണ്ണ എടുത്തോണ്ട് വഴി, അവ എന്നെ ചെയ്ത പരുവൊന്നും പുറത്തു പറയാൻ കൊള്ളത്തില്ലടി. അപ്പൊ സിംഹിണി ഇങ്ങനെ ചിരിച്ചും കൊണ്ട് കിടക്കുന്നു കേട്ടോ. അപ്പൊ സിംഹം ചോദിച്ചു, നീ എന്തെങ്കിലും ചിരിച്ചും കൊണ്ട് കിടക്കുന്നു, നീ ധന്വന്തരം എടുത്തോണ്ട് പോയി. എനിക്കറിയാം അവ എന്തൊക്കെയാ ചെയ്തതെന്നുള്ളത്, നിങ്ങളുടെ ഊപ്പാടെന്ന് വന്ന് കാണും. അപ്പൊ സിംഹം ചോദിച്ചു, നിനക്കിതെങ്ങനെ അറിയാം? ഇവൻ 2 ആഴ്ച മുമ്പ് എന്നെ വന്ന് കണക്ക് വെല്ലുവിളിച്ച് ഞാനൊന്ന് ഓടി, ഞാൻ പെട്ടിരിക്കുക, അതുകൊണ്ടാണ് നിങ്ങളുടെ പറഞ്ഞ് ഓടല്ലേ അവന്റെ പുറകിൽ പോവല്ലേ എന്ന് ഞാൻ പറഞ്ഞു തന്ന കാര്യം അതുകൊണ്ടാണെന്ന് സിംഹിണി പറയുന്നതായിട്ട് സിംഹം അവിടെ കിടന്നു. അപ്പൊ നമ്മുടെ 3ാമത്തെ കഥയിലേക്ക് കടക്കാം. ഈ കഥയും കൂടെ ഉള്ളു ഇന്ന്. ഇത് കേട്ട് കഴിഞ്ഞ് കിടന്നുറങ്ങിക്കോണം സ്വസ്ഥമായിട്ട്. ഇന്നത്തേക്കുള്ള കഥകളെല്ലാം
പുറത്ത് വണ്ടികൾ പോകുന്നതിന്റെ ഭയങ്കര ശബ്ദം. അങ്ങനെ ഇത് നമ്മുടെ ഇവിടെ അടുത്ത് സിറ്റിയിൽ തന്നെ നമ്മുടെ ഒരു സുഹൃത്തിനെ പറ്റിയ പുള്ളി ഒരു ഡോക്ടറാണ്. അത് പുള്ളി ഇങ്ങനെ ഒരു ക്ലിനിക്കൊക്കെ ചെറിയ ക്ലിനിക്കൊക്കെ ഇട്ടിരിക്കുകയാണ്. പുള്ളി വലിയ രോഗികളൊന്നും അങ്ങനെ വലുതായിട്ടില്ല. അങ്ങനെ ഒരു ദിവസം വൈകിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ പുള്ളി ഒറ്റയ്ക്കേ ഉള്ളൂ. പുള്ളി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ഭാര്യയെ ഭർത്താവിടെ വന്നു. അപ്പൊ ഡോക്ടർ നോക്കിയപ്പം ഭാര്യ എന്ന് പറഞ്ഞ ഒരു അലവാൻ പീസ് ഒന്നും പറയണ്ട. ഡോക്ടർ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പൊ ഭാര്യ ഭർത്താവിടെ വന്നു. എന്താ കാര്യം? അപ്പൊ രണ്ടുപേർക്കും പറയാനൊരു ചമ്മല്. ഡോക്ടർ പറയും, നിങ്ങളെ കാര്യം പറയാം. അല്ല ഡോക്ടർ അതെങ്ങനെയാ പറയുന്നത്? അത് ധൈര്യമായിട്ട് പറയാം, എന്താ പ്രശ്നമെന്ന് പറയാം നമുക്ക്. അല്ല ഡോക്ടറെ അതൊരു ഇച്ചിരി വൃത്തികെട്ടതാണ്. അപ്പൊ ഡോക്ടർ വൃത്തികെട്ടതാണ്? എന്നാ പിന്നെ വ്യക്തമായിട്ട് പറയാം, നമുക്ക് വ്യക്തമായിട്ട് കേട്ടാലേ എനിക്ക് അതിൻ്റെതായ ട്രീറ്റ്മെന്റ് എന്താണെന്നൊക്കെ പറയാം, വിശദമായിട്ട് പറയാം. അപ്പൊ ഈ ഭർത്താവ് പറഞ്ഞു, ഡോക്ടറെ അപ്പൊ ഭാര്യം ഉണ്ടായിരിക്കുക പൂവമ്പഴം പോലെ ഇങ്ങനെ ഇരിക്കുകയെ. ഭർത്താവ് പറഞ്ഞു, ഡോക്ടറെ അത് ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച ആയുള്ളൂ. എന്നിട്ട് പറ, അങ്ങനെ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. അങ്ങനെ അത് ഡോക്ടറെ 2 ആഴ്ച ആയെങ്കിലും കാര്യങ്ങളൊന്നും നടന്നില്ല. അപ്പൊ ഡോക്ടർ ചോദിച്ചു, കാര്യങ്ങൾ നടന്നില്ലെന്ന് പറയാൻ? ഭർത്താവ് ചുമ്മാ കാര്യങ്ങൾ നടന്നില്ലെന്ന് പറയാൻ, ഒന്നും നടന്നില്ല ഇതുവരെ, ആകെ കൊണ്ട് പ്രശ്നങ്ങൾ. അപ്പൊ ഡോക്ടർ പറഞ്ഞേ, അങ്ങനാണ്, ഒരു കാര്യം ചെയ്യും. അപ്പൊ ഡോക്ടർ ഇങ്ങനെ നോക്കിയപ്പം ഭാര്യ കൊള്ളാം, തരണയും വേണ്ടി ചിരിക്കുന്നു ഡോക്ടർ നോക്കി. ഡോക്ടർ പറഞ്ഞ, ഒരു കാര്യം ചെയ്യും, ഭർത്താവ് പുറത്തോട്ടില്ല, ഞാനൊന്ന് സംസാരിക്കരുത്. അപ്പൊ പുള്ളിക്കാരൻ പുറത്തോട്ട് പോയത്, അല്ലെങ്കിൽ വേണ്ട, നാളെ പുള്ളിയുടെ കടയിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് പതുക്കെ വന്നാൽ മതി. അപ്പോഴത്തേക്ക് ഞാൻ പുള്ളിക്കാരിയുടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പരിശോധിച്ചിട്ട് പറയാം. അങ്ങനെ ഡോക്ടർ ഇങ്ങനെ ചായ കുടിക്കാൻ പോയ സമയത്ത് ഭാര്യയെ അതിന്റെ അകത്ത് കയറ്റി കാര്യങ്ങളെ വിശദമായ പരിശോധനയെ കഴിഞ്ഞ് ഡോക്ടർ വന്നിരുന്നു. അപ്പോഴത്തേക്ക് ഭർത്താവും വന്നു. എന്തായി? അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഞാൻ മാക്സിമം നോക്കിയിട്ടും നിങ്ങളുടെ ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ. അപ്പൊ ഭാര്യയാണ് കാരണം. ഡോക്ടർ പറഞ്ഞു, ഇതൊന്നും അവിടെ പറയരുത്. അങ്ങനെ ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു, ഇപ്പൊ നിങ്ങളുടെ ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ, ഒരു കാര്യം ചെയ്യും, ഞാൻ പിള്ളേരുടെ കടയിൽ പോയി ചായ പിടിച്ചിട്ട് തരാം, ഇയാൾ ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ചായ പിടിക്കാനായിട്ട് പോയി. ഭർത്താവും ഭാര്യയും കൂടെ അടുത്ത കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഭർത്താവ് വിയർത്ത് കുളിച്ച് ഭാര്യയായിട്ട് ഇങ്ങനെ ഇരിക്കുക ഫാനിന്റെ കീഴിൽ. എന്തായി? ഭർത്താവ് പറഞ്ഞു, പാടാ ഡോക്ടറെ, ഞാൻ മാക്സിമം നോക്കി, നടക്കുന്നില്ല, മൂപ്പാട് വന്നു നോക്കി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഒന്നുകൂടെ ഒരു കാര്യം ചെയ്യും, അതിന്റെ അപ്പുറത്തൊരു ബിരിയാണി കിട്ടുന്ന, ഹൈദരാബാദി ബിരിയാണി കിട്ടുന്ന കടയുണ്ട്, അവിടെ പോയിട്ട് ബിരിയാണി കഴിച്ചിട്ട് വാ. അത് അപ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്നും കൂടെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാമെന്ന്. അങ്ങനെ ഭർത്താവ് ബിരിയാണി തിന്നാൻ പോയി. ഡോക്ടർ ഭാര്യയും കൊണ്ട് തട്ടിയാത്തി. അരമണിക്കൂർ കഴിഞ്ഞ് ഭർത്താവ് വന്നു. അപ്പോഴത്തേക്ക് ഡോക്ടർ കസേര ഇങ്ങനെ കിടക്കുക, ഉടുപ്പൊക്കെ തുറന്നിട്ട്. എന്തായി ഡോക്ടറെ? ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, ഞാൻ മാക്സിമം നോക്കി, പ്രശ്നമൊന്നും കാണുന്നില്ല, ഇനി ഞാനൊരു ബിരിയാണി കഴിച്ചിട്ട് വരാം, ഇയാളൊന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പോയി. അരമണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ വന്നപ്പോൾ ഭർത്താവ് ഉടുപ്പൊക്കെ തുറന്നിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഈ അടുത്ത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, എന്തായി? അത് ഡോക്ടറെ ഒരു രക്ഷയില്ല, ഞാൻ മാക്സിമം നോക്കിയിട്ടൊന്നും നടക്കുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഇന്നിനിയിപ്പോ എനിക്ക് വയ്യ, വല്ലാത്ത ക്ഷീണം, നിങ്ങൾ പോയിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വാ, നമുക്ക് അന്നേരം ഒന്നും കൂടെ നോക്കാമെന്ന്. അങ്ങനെ ഭാര്യയും ഭർത്താവ് ഇറങ്ങിപ്പോയി. ഡോക്ടർ ക്ലിനിക്കും കൂട്ടി ഡോക്ടറും വലിഞ്ഞു. രാത്രി ഒരു 7 മണിയായപ്പോ അവിടെ ക്ലബില് ഡോക്ടറും കൂട്ടുകാരും കൂടി ഒന്ന് വെള്ളം ഒഴിക്കുക. അങ്ങനെ ഡോക്ടർ കൂട്ടുകാരെടുത്ത് പറയാൻ നിന്ന്, എല്ലാവർക്കും എന്റെ വക പാർട്ടി. അങ്ങനെ കൂട്ടുകാരെ, എന്തോടിയ കാര്യം? ഇവിടെ ഒന്നും പറയണ്ട, ഒരു പൂങ്കാൻ പറ്റി കല്യാണവും കഴിച്ച് പെണ്ണുമ്പിള്ളയും കൊണ്ട് വന്നടാ, കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്നും പറഞ്ഞു. ഞാൻ 2 തവണ പരിശോധിക്കാനെന്ന് പറഞ്ഞ് എനിക്ക് 2 തവണയും ചിന്തകല. അവനെ അപ്പൊ ബാക്കിയുള്ളവർ പറയാം, അവനെ പോലെ ഒരു പൂങ്കനില്ല, ഇവനാണ് ഭർത്താവ്, മറ്റാന്ന് മറിച്ച്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടെ ഭർത്താവ് എന്ന് പറയുന്നവൻ അപ്പുറത്തെ മേശയിൽ എഴുന്നേറ്റിട്ട്, മുമ്പേ ഉള്ളു ഞാൻ പൂങ്കനാവാൻ കേട്ട, അതിന് മൂഞ്ചണം. അപ്പൊ ഡോക്ടറും കൂട്ടുകാരും കൂടെ ഞെട്ടിയിരിക്കുകയെ.
അപ്പൊ കൂട്ടുകാരുടെ അടുത്തൂടെ ഇയാൾ പറഞ്ഞു, ഞാൻ ഈ പറയാൻ ഭർത്താവ്, ഞാൻ ഇന്നടത്ത് പോകാനായിട്ട് വന്നായിരുന്നു, റെസ്റ്റോറന്റിൽ നിന്ന് കിട്ടിയതാണ്, എവിടെ കൊണ്ടുപോയി സാധിക്കുന്നതെന്ന് പറഞ്ഞ് വന്നതാണ്. ഇതാകുമ്പോ ഡോക്ടർക്ക് ആകുമ്പോ 200 രൂപ കൊടുത്താൽ മതി ക്ലിനിക്കിൽ പരിശോധനയ്ക്ക്, കാര്യങ്ങളെ എനിക്കും 2 തവണയും വേണമെന്ന് ഡോക്ടർക്ക് എന്നാണെന്ന് ചോദിച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് എന്നോ പറഞ്ഞ് ഡോക്ടറും കൂട്ടുകാരുടെ കണ്ണുകളിലേക്ക് മാറ്റവും പോലെ ഇറങ്ങിപ്പോയി. അപ്പൊ ഇന്നത്തെ കഥകൾ കഴിഞ്ഞു. അഭിപ്രായങ്ങൾ പറയണം, ഷെയർ ചെയ്യണം, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടെ തന്നെ ഉണ്ടാകണം. ആണല്ലോ.